പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെ ഞാൻ പറയണത് 3-4 ആധാരങ്ങളുണ്ട്. കൃപാസനം പ്രാർത്ഥനയ്ക്ക് 3-4 ആധാരങ്ങൾ. അതിൽ ഒരു ആധാരം എന്ന് പറയുന്നത് കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്ന 38 വർഷത്തെ പൗരോഹിത്യം. അതെന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായ ഒരു ആത്മവിശ്വാസമാണുള്ളത്. ഞാൻ മിക്കവാറും തന്നെ കർത്താവ് തന്ന ഉടുപ്പ് അങ്ങനെ മാറ്റാറില്ല. ചില സമയത്ത് സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കാൻ പോയ സമയത്ത് കുറച്ച് വ്യത്യാസം വന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പരമാവധി എപ്പോഴും സർവീസ് ടൈമാണ്. അല്ലാതെ എല്ലാ സമയവും ജനങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും സർവീസ് ടൈമാണ്, ശുശ്രൂഷ സമയമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ സഭാവസ്തുത തന്നെയാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാര്യം ഒന്നാമത് എനിക്ക് പൗരോഹിത്യത്തോടുള്ള ഇഷ്ടമാണ്. കാര്യം പൗരോഹിത്യം ഞാൻ 4 വയസ്സിലാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പൻ്റെ കൂടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പൻ്റെ ഈ കയ്യിൽ കൊച്ചു ചെറുവിരൽ കൊണ്ട് അപ്പനിങ്ങനെ അമ്മ ഭക്ഷണം പാകം ചെയ്യണ ആ സമയത്ത് വീട്ടിൻ്റെ അരികിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ബഹളമുണ്ടാകും. അന്നാണ് ഞാൻ ഇരുട്ടത്ത് കർത്താവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് 4 വയസ്സേ ഉള്ളൂ. അത് കർത്താവാണെന്ന് എനിക്ക് മനസ്സിലായത് അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ ഈ രൂപം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി അപ്പനോട് പറയാം, അപ്പം അതേ ഈശോ ഈശോ എന്ന് പറയും. അപ്പനത് ശ്രദ്ധിച്ചില്ല. അപ്പോഴേ അന്ന് മുതലാണ് ഈ വളരുമ്പോൾ അതിൻ്റെ ഒപ്പമാണ് ക്രിസ്തു ഈശോയുടെ ബന്ധം വളരുന്നത്. ഒരു വിശ്വാസിയായിരിക്കും സൂപ്പർ പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇഹത്തിലും പരത്തിലും ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഈ പൗരോഹിത്യത്തിന് 38ാമത്തെ വർഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 39 വർഷമായി ഞാൻ അച്ഛനായിട്ട്. പക്ഷെ എന്തോ എപ്പോഴും മനസ്സിൽ 38 എന്നാണ് വരണത്. അതെന്താ വെച്ചാൽ ആക്റ്റീവ് ശുശ്രൂഷയിലേക്ക് കടന്ന കാലമായിരിക്കും. എന്താ ഞാൻ അറിയത്തില്ല. 38 എന്നാണ് എപ്പോഴും മനസ്സിൽ വരണത്. അപ്പോൾ അതിനുശേഷം പിന്നെ പറയണത് കൃപാസ്ഥാനത്താറെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് ഭയങ്കരമായ ഒരു വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിലെ മുഴുവനും അത്ഭുതങ്ങൾ എവിടെ നടക്കുന്നത്? പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മൾ നടക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ അറിയപ്പെടുകയും ദൈവത്തിൻ്റെ സന്ദേശം ആഗോളവ്യാപകമായി കൈമാറുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അത് നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ അമ്മേ ദൈവമേ അത് ലോകവ്യാപകമായ രീതിയിൽ പ്രചരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കൃപാസന അൾത്താരെ പ്രത്യക്ഷപ്പെട്ടത് ഒരു ആരാധനാ സമയമായിരുന്നു. ആരാധന സമയത്ത് ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടുന്നത് അൾത്താരെ പ്രത്യക്ഷപ്പെടുന്ന അപൂർവമായ ഒരു പ്രത്യക്ഷീകരണമാണത്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രത്യക്ഷീകരണം അനേകം മക്കളിലേക്ക് ഇന്ന് വിശ്വാസമായിട്ടും പ്രത്യാശയായിട്ടും ദൈവസ്നേഹമായിട്ടും അടയാളമായിട്ടും ജീവിതത്തിൻ്റെ വിടുതലായിട്ടും പതിനായിരക്കണക്കിന് മനുഷ്യരെ അതിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ അത് തുടരുവാനും എൻ്റെ കാലത്തിന് ശേഷവും ദൈവത്തിൻ്റെ ആ പദ്ധതി തുടരുമെന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളരുവാനും ദൈവികമായ തിരുമനസ് നിറവേറുവാനും സഭയെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരെല്ലാം പ്രത്യക്ഷീകരണത്തെ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം പ്രത്യക്ഷീകരണം വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി എന്ന ജീവിതമാർഗത്തിലേക്ക് ജീവിത രീതികളിലേക്ക് കടന്നുവോ, ആ ജീവിത മാർഗത്തിലൂടെ അവരെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശുദ്ധി, അവരുടെ വിശ്വാസം, അവരുടെ സുവിശേഷ സാക്ഷീകരണം, അവരുടെ സുവിശേഷ കൈമാറ്റം എല്ലാത്തിലൂടെയും കർത്താവെ അങ്ങയുടെ ദൈവികമായ തിരുമനസ് നിറവേറാൻ ഇടയാക്കണമേ. കർത്താവെ പ്രത്യക്ഷീകരണം അനേകം മക്കളെ മനസ്സിടിഞ്ഞുപോയ, ഹൃദയം നുറുങ്ങിപ്പോയ, ശരീരം തളർന്നുപോയ, കുടുംബം ഇരുട്ടിലായി പോയ, ആഭിചാരം, പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും
ചങ്ങലകളെ യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ പൊട്ടിമാറട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളെ ശക്തി പ്രാപിക്കട്ടെ. അമ്മയിൽ ആവശ്യിച്ച അതേ പരിശുദ്ധാത്മാവും നിങ്ങളിലും നിറഞ്ഞുകൊണ്ട് ചിറകിട്ടടിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ആത്മധൈര്യത്തെ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവൻ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ മേലെ നിങ്ങൾ ഓരോ വ്യക്തികളുടെ മേലും വന്നിറങ്ങുകയും ദൈവം നിങ്ങൾക്ക് എന്നും അനുഗ്രഹമായി മാറുകയും ചെയ്യട്ടെ. മക്കളെ, നമ്മൾ ഇന്ന് അമ്മയുടെ ചിറകുകളെ കുറിച്ച് ഞാനൊരിക്കലേ 2016 തോന്നുന്നു ഈ ഉടമ്പടി തുടങ്ങിയ ഒരു ടൈമിൽ ഞാൻ വേറൊരു പള്ളിയിൽ ഇരിക്കരുത്, സെൻറ്റ് ജോസഫ് ചർച്ച് കലവൂർ തന്നെയാണ്. പെട്ടെന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു. പരിശുദ്ധ അമ്മ 2 ചിറകുകളോടുകൂടി പറന്ന് അൾത്താരെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാനപ്പോൾ തന്നെ നമ്മുടെ മീഡിയയിലെ സെക്രട്ടറി ജോമോള് പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ വെളിപാടിൻ്റെ പുസ്തകം എടുത്തിട്ട് എന്നോട് പറഞ്ഞ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം ടൈം ഷോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരു ദുരിതത്തിൽപ്പെടുന്ന സഭ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ അത് സഭയെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ദുരിതത്തിൽപ്പെടുന്ന ഒരു സഭയ്ക്ക് ചിറകുകൾ നൽകുന്നതാണ് മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി. വെളിപാട് 12:14 സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാലേ, ജെറൂം ബിബ്ലിക്കൽ കമൻട്രിയിൽ ഈ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന വിഷയത്തിൽ ജെറൂം ബിബ്ലിക്കൽ കമൻട്രിയല്ലേ സഭയുടെ ഔദ്യോഗികമായ ഒരു വ്യാഖ്യാന പുസ്തകമായിട്ട് റെഫറൻസ് ഉള്ളത്. അവിടെ പക്ഷേ സഭയെന്നല്ല, സഭയെന്ന് പറയുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത്. അപ്പം ജെറൂം ബിബ്ലിക്കൽ കമൻട്രിയിൽ ഈ ചിറക് ധരിച്ച ആള് പരിശുദ്ധ അമ്മയായിട്ടാണ്. അമ്മയും അതുപോലെ സഭയെക്കുറിച്ചും ജെറൂം കമൻട്രി പറയുന്നുണ്ട്. രണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സമയത്തിൻ്റെ ഒരു കൃപാസനത്തിൽ സമയഘടികാരം നിലനിർത്തി അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ സമയത്തിൻ്റെ അധികാരി, സഞ്ചാരി മാതാവ് എന്നൊക്കെ. മാതാവ് സഞ്ചാരി മാതാവാണ്, ലോകം മുഴുവൻ പ്രത്യക്ഷപ്പെടുന്ന അമ്മയാണ്. സഭയ്ക്ക് വരുന്ന ഓരോ വിഷമങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും. അത് ചിറകുപോലെ തന്നെ ധരിച്ച് പറന്നിറങ്ങണ കാണാം. ഫാത്തിമയിലായാലും ലൂർദിലായാലും എവിടെയായാലും വേളാങ്കണ്ണിയിലായാലും കൃപാസനത്തിലായാലും അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ അവിടെ ഭയങ്കരമായ ഒരു ദൈവിക പദ്ധതിയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടിയാണ് അമ്മ പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. അപ്പം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം ആ വിഷയത്തിൽ ഇടപെടും, സമയത്തിന് മുമ്പേ ഇടപെടും. അതാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയണത്. അപ്പോൾ ഇത് നമ്മളൊരു സർപ്പത്തിൻ്റെ വായിൽ കടം, രോഗം, അപകടം, ആധ്യാത്മിക തകർച്ച, വിശ്വാസ തകർച്ച, ഇതെല്ലാം സർപ്പമാണ്. ഈ സർപ്പം പുരാതന സർപ്പമാണെന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. മനുഷ്യനെ അലട്ടുന്ന, അവനെ തകർക്കുന്ന എല്ലാ ശക്തികളെയും സർപ്പമെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. എല്ലാ തിന്മകളെയും ഒരു പ്രതീകമായി സർപ്പം. ഒരു തിന്മകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മാതാവിന് അഭയം പ്രാപിക്കണം. മരിയം മാധ്യസ്ഥയിൽ നമുക്കും ചിറകുകൾ ലഭിക്കപ്പെടും. അങ്ങനെ നമ്മൾ സംരക്ഷിക്കപ്പെടും. ഉടമ്പടിയുടെ ലക്ഷ്യം അതാണ്, ചിറകുകൾ ലഭിക്കുക. മരിയൻ ചിറകുകളാണ്. അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് ഓടി അകന്ന് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് എത്തിച്ചേരുക. അതിനാണ് ഉടമ്പടി. അങ്ങനെ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉടമ്പടി നിങ്ങളുടെ ജീവിതകാലം തുടരുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ എത്രയും വേഗം അതിനെക്കുറിച്ച് പഠിക്കാനുള്ള തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്ന് പ്രത്യക്ഷ ദിവസമാണ്. അത് മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം അതീവ വിശ്വാസത്തോടെ നിങ്ങളുടെ ഏറ്റവും മോശം സിറ്റുവേഷനെ മാതാവിനെ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്തുതിയും പരിശുദ്ധ കന്യകാമറിയത്തിന് പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കൃപാസന പ്രത്യക്ഷീകരണം ഏവരാലും അംഗീകരിക്കപ്പെടുന്നതിനിട വരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഞാൻ ജോജി, ചാലക്കുടിക്കടുത്ത് അഷ്ടമിച്ചിറ എന്നുള്ള ദേശത്തു നിന്ന് വരുന്നു. അമ്പഴക്കാട് ഇടവകാംഗമാണ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭാര്യ ബിന്ദു, ഇളയ മകൻ ചാക്കോച്ചൻ. കൃപാസനത്തിൽ ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച കുറേ അനുഗ്രഹങ്ങളിൽ വളരെ ചിലത് മാത്രം പറയുവാനാണ് ഞങ്ങളിവിടെ നിൽക്കുക. 2022 സെപ്റ്റംബർ 20-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഇതുവരെ 9 പ്രാവശ്യം പുതുക്കി ആദ്യമായാണ് സ്റ്റേജിൽ കയറി സാക്ഷ്യം പറയുന്നത്. കാരണം വലിയ കാര്യങ്ങളൊന്നും, പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടിയിൽ ഞാൻ എഴുതിയിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് മക്കൾക്ക് നല്ല കാലം വരണം, ഞങ്ങൾക്ക് നന്നായി ജീവിക്കാൻ പറ്റണം എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിലൂടെ കിട്ടിയ ഈ വക അനുഗ്രഹങ്ങളൊന്നും ഉടമ്പടി പ്രകാരമായിരുന്നോ അല്ലയോ എന്നുള്ള തിരിച്ചറിവില്ലാതെ പോയതാണ് സാക്ഷ്യം പറയാൻ വൈകിയത് പോലും. ഉടമ്പടി ജീവിതത്തിൽ തുടർന്നു പോന്നിരുന്ന ജീവിതത്തിൽ ചിട്ടകളും ഒക്കെ പാലിച്ചു പോരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാലങ്ങളായി അതേ ലെവലിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് കുറേ പേരെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ അവർക്കൊക്കെ അറിയാം, മാന്യമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചു പോന്നിരുന്നു. അങ്ങനെ എന്തിനാണ് ഉടമ്പടി എടുത്തത് എന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. അങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ പോയിരുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഉടമ്പടി വഴിയുണ്ടായ നേട്ടം എന്ന് പറയുന്നത്, 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഞാനൊരു നിയോഗം വെച്ചു. പ്രിയപ്പെട്ട മാതാവേ, ഈ ലോക്കറ്റ് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൂടി കൊടുക്കാൻ പറ്റണേ. അതായിരുന്നു എൻ്റെ നിയോഗം.
ഈ ലോക്കറ്റ് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ പറ്റണം. ആ നിയോഗം വെച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വിളിച്ചു പറയുന്നു, ഇനി മേലിൽ അച്ഛനെ കാണണമെങ്കിൽ നിർബന്ധമായിട്ടും 18 വയസ്സ് കഴിഞ്ഞവർ ഉടമ്പടി എടുക്കണം. അതേസമയം എൻ്റെ വൈഫും 2 മക്കളും ചില പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബം മുഴുവനുമായിട്ട് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഇന്നും ഞങ്ങളെല്ലാവരും തന്നെ, മൂത്താൾ ഇപ്പോൾ നാട്ടിലില്ല, ഞങ്ങളെല്ലാവരും ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഉടമ്പടിയിൽ ലഭിച്ച ഒരു അനുഗ്രഹമായിരുന്നു. എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ അയർലൻഡിലാണ്, കോഴ്സ് കഴിഞ്ഞു, ഇന്നലെ ജോലിക്ക് കയറി. പക്ഷേ അത് ഇവിടെ പറയാതിരുന്നത്, ഞാനങ്ങനെ അവൻ അയർലൻഡിൽ പോകണമെന്നൊന്നും ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു മെറിറ്റ് എന്നുള്ള നിലയ്ക്കായിരുന്നു ഞാൻ അങ്ങനെ അത് പറയാതെ പോയിരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയ അനുഭവം, അല്ലെങ്കിൽ മാതാവ് പറയുന്നു ദുരന്തമുണ്ടാകാൻ പോകുന്നു, അതിനായിരിക്കാം ഒരു പക്ഷേ ഞാനൊക്കെ ഉടമ്പടി എടുത്ത്. ഞാൻ മാന്യമായിട്ട് 10-40 ജീവനക്കാരൊക്കെ ആയി ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ പോകുന്നു, ഭംഗിയായി നടന്നുകൊണ്ട് പോകുന്നു. ഒരു ദിവസം അച്ഛനെ കാണാൻ വന്നു. വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഭംഗിയായി നടക്കുന്ന ബിസിനസ്സാണ്. അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചൊരു വാക്കുണ്ടായിരുന്നു, ഈ ബിസിനസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചു. ഒരു 3 മാസത്തിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയ മാറ്റം വരുന്നു. എനിക്ക് ബിസിനസ്സിൻ്റെ എൻ്റെ ഓപ്പറേഷൻസ് മോഡ് മാറ്റേണ്ടി വന്നു. ഫലമായിട്ട് നോക്കിയപ്പോൾ 2 കോടിയോളം രൂപ ഒരു കൊടുക്കാനുണ്ട്. കിട്ടാനുള്ളത് 4 കോടിയൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടുമെന്ന് അറിയില്ല. പിന്നെ മാനസികമായ തകർന്ന കുറേ ദിവസങ്ങളായിരുന്നു. ദൈവാനുഗ്രഹത്താലും അമ്മ മാതാവിൻ്റെ പ്രത്യേക പരിരക്ഷയാലും അങ്ങനെ തന്നെ പറയണം, ഈ ബുദ്ധിമുട്ട് കാലഘട്ടത്തിലും ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിരുന്നു. പിന്തിരിഞ്ഞു പോയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് 9 മാസമായി, 10 മാസമായുള്ളൂ, 11 മാസമായി. എൻ്റെ 2 കോടിയോളം രൂപ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ ബാധ്യത കേവലം 15 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങി. അവിടെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു. അമ്മ മാതാവിന് പ്രത്യേക മഹത്വമുണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഞങ്ങളൊക്കെ ഉടമ്പടിയിൽ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേയധികം മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞു, മൂത്താൾ അയർലൻഡിലാണ്, സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഇത് എൻ്റെ 2ാമത്തെ മകനാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ വരുന്നത് നേരിട്ട് ബോംബെയിൽ നിന്ന് വരികയായിരുന്നു. ഇന്നലെ ഞങ്ങൾ മിനിഞ്ഞാന്ന് ബോംബെക്ക് പോയി. ഇവന് ഒരു US വിസ ഇൻ്റർവ്യൂ ആയിരുന്നു, അത് ഇവൻ തന്നെ പറയും. എൻ്റെ പേര് ചാക്കോച്ചൻ. ഞാൻ എൻ്റെ US സ്റ്റഡി ലഭിച്ചതിനെ പറ്റി മാതാവിനോട് സാക്ഷ്യം വഹിക്കാൻ വന്നതാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് US പോയിട്ട് പഠിക്കണം, അവിടെ PG ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരെയും പോലെ അബ്രോഡ് പഠിക്കണമെങ്കിൽ IELTS എക്സാം സ്കോർ ചെയ്യണം. അപ്പോൾ IELTS എക്സാം സ്കോർ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിക്കണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തീരുമാനിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം. ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. അന്ന് രാത്രി തന്നെ ഞാൻ IELTS എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. ഏറ്റവും അടുത്തുള്ള ടെസ്റ്റ് ഡേറ്റ് തന്നെ ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ IELTS എക്സാം എഴുതി, എനിക്ക് സ്കോർ ലഭിച്ചു. ഞാൻ IELTS എക്സാമിന് വേണ്ടി വേറെ കോച്ചിങ്ങിന് പോവുകയോ അതിനുവേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ US സ്കോർ ലഭിക്കണം, എനിക്ക് പോകാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുവഴി എനിക്ക് ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ IELTSൽ US സ്കോർ ലഭിക്കുകയും US വിസയ്ക്ക് വേണ്ടിയുള്ള എലിജിബിലിറ്റി ഞാൻ പാസ്സാവുകയും ചെയ്തു. തുടർന്ന് ഞാൻ US കോളേജുകളിലേക്ക് അഡ്മിഷൻ വെച്ചു. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ USക്കുള്ള എല്ലാവർക്കും അറിയാം, പേപ്പർ വർക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും എനിക്കതെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ തന്നെ മാധവൻ്റെ മധ്യസ്ഥയാൽ സാധിച്ചു. അതോടൊപ്പം തന്നെ GRE എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം നമ്മൾ എഴുതണം. അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് US പോകുന്നതിന്. ആ എക്സാമും ഇതുപോലെ തന്നെ ഞാൻ വേറെ എക്സ്ട്രാ എഫേർട്ട് എടുക്കാതെയോ കോച്ചിങ്ങിനൊന്നും പോകാതെയോ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഉടമ്പടി എടുത്തതിൻ്റെതായി. അങ്ങനെ ഇന്നലെ എനിക്ക് മുംബൈ എംബസിയിൽ വെച്ച് US ഇൻ്റർവ്യൂ ആയിരുന്നു. അവിടെ എനിക്ക് US വിസ സാങ്ഷനായി, US സ്റ്റുഡൻറ്റ് വിസ സാങ്ഷനായി. എന്നെക്കാളും കഴിവും യോഗ്യതയും വിദ്യാഭ്യാസവുമുള്ള കുറേ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് റിജക്ഷനായി. എങ്കിലും എനിക്ക് വിസ ലഭിച്ച് മാതാവ് എന്നെ അവിടെ ഉയർത്തി. അങ്ങനെ എനിക്ക് US വിസ സാങ്ഷനായി. അടുത്ത ജനുവരി ഇൻടേക്കിൽ MS ഫിസിക്സ് പഠിക്കുവാൻ അവിടെ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ലേറ്റ് യൂണിവേഴ്സിറ്റികളൊന്നിലേക്ക് ഞാൻ പോവുകയാണ്. ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന ആളായിരുന്നു, കുടുംബ പ്രാർത്ഥനയുള്ള വീടായിരുന്നു. പക്ഷെ എൻ്റെ ഈ നാട്ടിലിപ്പോൾ ഇരിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട്. എൻ്റെ അപ്പനമ്മയ്ക്കുള്ള കാലത്ത് എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ 1 മണിക്കൂറായിരുന്നു. ബൈബിൾ വായന എന്ന് പറഞ്ഞ ഒരു അധ്യായമായിരുന്നു. പിന്നെ എൻ്റെയൊക്കെ തീരുമാനങ്ങളായപ്പോൾ കുടുംബ പ്രാർത്ഥന 15 മിനിറ്റ്, ബൈബിൾ ഏറ്റവും ചെറിയ പാരഗ്രാഫ്, അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു പോയിരുന്ന വ്യക്തിയാണ്.
പക്ഷേ ഈ ഉടമ്പടി ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഈ 22 മാസത്തിനകത്ത് ഞങ്ങൾ എല്ലാവരും തനിയെ 4-ലധികം പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും കുർബാനയുണ്ട്, എല്ലാ ദിവസവും കുർബാന സ്വീകരണമുണ്ട്. 15 ദിവസത്തിൽ ഒരിക്കൽ അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നത് ഞങ്ങളുടെ ഇടവകയിലെ അച്ഛന്മാരോടാണ് കേട്ടോ. ഇവിടെയുള്ളവരൊക്കെ അറിയാം, ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ ദിവസവും നമുക്ക് വേണമെങ്കിൽ കുമ്പസാരിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് 15 ദിവസത്തിനകത്ത് കുമ്പസാരിക്കാൻ സാധിക്കുന്ന നല്ല വൈദികരെ തന്നു. ഞങ്ങളുടെ ഇടവകയിൽ അങ്ങനെ വൈദികരെ വെച്ചതിൻ്റെ പേരിൽ തന്നെ ഈ ഉടമ്പടിയിൽ ഭംഗിയായിട്ട് ജീവിച്ചു പോകാനായിട്ട് സാധിച്ചു. കാരുണ്യ പ്രവൃത്തികളിൽ ഞങ്ങൾ ഒരു 2 മാസം കൂടുമ്പോഴേക്കാണ് ഒരു 20 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി ചാലക്കുടിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങും, കൊടുക്കുന്നൊരു പ്രവണതയുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അടുത്തുള്ള 2-3 സ്ഥാപനങ്ങളിൽ അവരോടൊത്ത് പോയി കുറേ സമയം ചിലവഴിക്കുക, സംസാരിക്കുക. എൻ്റെ ഭാര്യ നഴ്സാണ്, ഇപ്പോൾ വേണ്ട ശുശ്രൂഷകളുണ്ടെങ്കിൽ ചെയ്യുക. ഒപ്പം തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നത് ചെയ്യുക. പിന്നെ ജൂബിലി മിഷൻ ആശുപത്രി തൃശ്ശൂർ ഉച്ചഭക്ഷണം കൊടുക്കുന്നൊരു പദ്ധതിയുണ്ട്. അതിലേക്ക് തുടർച്ചയായിട്ട് നമ്മൾ സൗകര്യപൂർവ്വം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ 4 പേരും ഉടമ്പടിയിലാണ്. അപ്പോൾ ഞങ്ങൾ 4 അല്ലെങ്കിൽ 5 കെട്ട് പത്രം എല്ലാ മാസവും വാങ്ങുന്നു. ഈ മാസത്തെ ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുപോയി വിവിധ ഇടങ്ങളിൽ, വിവിധ വീടുകളിൽ. ആദ്യത്തെ പ്രാവശ്യം മാത്രം ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 3 മാസ്കൊക്കെ വെച്ചിട്ടാണ്, എന്നെ അറിയാതിരിക്കാനായിട്ട് ആൾക്കാർ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ മാസ്ക് ഇത് കൊടുത്തിരുന്നത് എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിലായിരുന്നു. പിന്നെ ആയിരുന്നു ഒരിടയ്ക്ക് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നു, നമ്മൾ അറിയുന്നവരുടെ അടുത്തല്ലേ എന്നൊരു ചോദ്യം വന്നിരുന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ ഈ 5 കെട്ട് പത്രവും കൊടുക്കുക. എല്ലാ മാസത്തിലും ഒരു ട്രാവലർ ഞാൻ സ്പോൺസർ ചെയ്ത് ഇവിടേക്ക് വിടുന്നുണ്ട്. എല്ലാ മാസവും 21 മാസമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു ട്രാവലർ ആളുകളെയും കൊണ്ട് കൃപാസനത്തിലേക്ക് വരുന്നുണ്ട്. കുറേയധികം ആളുകൾ അങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടിയിൽ തുടർന്നു പോകുന്നവരുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു കൂട്ടായ്മയുണ്ട്, വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. വളരെയധികം ഇനി ചെറുതും വലുതുമായ വളരെയധികം കാര്യങ്ങൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് അതിവിടെ പറയാൻ ഉള്ള യോഗ്യതയില്ല. കാരണം ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാം വർഷം. ഇതൊന്നുമല്ല, ഇതിലും വലിയ ടെസ്റ്റിമണി സാക്ഷ്യങ്ങൾ ഇവിടെ പറയേണ്ടതാണ്. ഞങ്ങൾ ഇന്നലെ ബോംബെക്ക് പോകുമ്പോൾ എടുത്തൊരു തീരുമാനമായിരുന്നു ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയാമെന്ന്. അതിൻ്റെ പേരിൽ തന്നെയാണ് നേരെ ഇങ്ങോട്ട് വന്നത്. എൻ്റെ സഹോദരപുത്രൻ, അവന് ന്യൂസിലൻഡിലായിരുന്നു. പെട്ടെന്ന് അവൻ്റേതല്ലാതൊരു കാരണം കൊണ്ട് ജോലിയിലൊരു വിഷയം വരികയുണ്ടായി. ലൈറ്റ് ക്യാൻഡിലിൽ അതിലും നല്ലൊരു ജോലിയിലേക്ക് കയറാൻ സാധിച്ചു. എൻ്റെ സഹോദരിയുടെ പുത്രൻ കാനഡയിലായിരുന്നു. അവൻ്റെ പാസ്പോർട്ട് ട്രാൻസിറ്റിൽ മിസ്സായിപ്പോയി. ആകെ വളരെ സങ്കടത്തോടു കൂടി വിളിക്കുന്നു. നമ്മൾ പറയുന്നു, നീ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു പ്രാർത്ഥിക്കുക. 12 മണിക്കൂറിനകത്ത് ആ പാസ്പോർട്ട് അവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കനേഡിയൻ സിറ്റിസൺ അവൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ടായിരുന്നു. ഇനിയും വളരെ വലിയ അനുഗ്രഹങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു വണ്ടി വിറ്റ് പോകേണ്ട സംഭവമായിരുന്നു. കൃപാസനത്തിൽ ഒപ്പെടുത്ത് എൻ്റെ വീട്ടിൽ ഈ വണ്ടിയുടെ ചുറ്റും ഒരു 7 ദിവസം ഇട്ടേ ഉള്ളൂ വണ്ടി വിറ്റുപോയി. എൻ്റെ വീട്ടിൽ ആരോ കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നു. അതും കൃപാസനത്തിൽ ഉപ്പ് 3 പ്രാവശ്യം അതിൻ്റെ ചുറ്റോടുകൂടി വളരെ പേടിപ്പെടുത്തിയ സംഭവമൊക്കെ ആയിരുന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് വളരെ നല്ല രീതിയിൽ പോകുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എത്രയും വേഗം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17:7 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇവിടെ ജോജി തോമസും തൻ്റെ കുടുംബവും ഈശോയെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീത നിമിഷത്തിൽ എങ്ങനെയാണ് തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ ഓരോ കൃപകൾ ഇവിടെ പങ്കുവെച്ചത് നാം എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഉടമ്പടി എടുക്കുവാൻ പ്രത്യേക സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു. ആദ്യം സാധാരണ പോലെ ഒരു നല്ല രീതിയിൽ ജീവിച്ചിരുന്ന അവസ്ഥയിൽ
പിന്നീട് ഉടമ്പടി എടുത്തു. എന്നാൽ നിയോഗങ്ങളൊന്നും താൻ അധികമൊന്നും എഴുതിയില്ല. പിന്നീട് എങ്ങനെ ഇന്ന് ഈ അൾത്താരയിൽ വന്ന്, അതും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാമത്തെ വർഷത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരുമിച്ച് വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നു. 2 കോടിയോളം തൻ്റെ കടം, ആ കടബാധ്യതകൾ ഏകദേശം 10 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് അത് ചുരുങ്ങി 15 ലക്ഷമായത്. അതായത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാൻ വന്ന കാര്യമെല്ലാം നാം വളരെ വ്യക്തമായിട്ട് കേട്ടതാണ്. അച്ഛൻ ചോദിക്കുമ്പോഴും തൻ്റെ ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരുന്ന മകനാണ്. എന്നാൽ അതിനുശേഷം എത്ര പെട്ടെന്നാണ് ആ ബിസിനസ്സൊക്കെ തകരുവാനിടയായത്. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയ നിമിഷങ്ങൾ, അതായത് തെദേവും എന്ന പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, പാല് പോലെ പ്രാർത്ഥനയായി ഞാൻ കടയപ്പെട്ടു, എന്നാൽ ദൈവേഷ്ടത്തിൻ്റെ വെണ്ണയാണ് അതിൽ നിന്ന് പുറത്തു വന്നത്. ഇവിടെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് അമ്മ പ്രത്യക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധ അമ്മയുമായിട്ട് തനിക്ക് അഭേദ്യമായ ബന്ധം തുടങ്ങി, ഇതൊക്കെ അച്ഛൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവേഷ്ടത്തിൻ്റെ വെണ്ണയായിട്ട് നമ്മുടെ അനുഭവങ്ങൾ മാറുന്നതാണ്. അതാണ് നമ്മെ നിത്യജീവിതത്തിലേക്ക് അർഹരാക്കുന്നത്. ഇന്ന് ഈ കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നാമും അനുഭവിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് കുടുംബം മുഴുവനും ഉടമ്പടി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇന്ന് താൻ എങ്ങനെ തൻ്റെ ചെറുപ്പകാലത്ത് കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു, എന്നാൽ അതൊക്കെ എങ്ങനെ പിന്നീട് വന്ന വർഷങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. എന്നാൽ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് വീണ്ടും കർത്താവിനെ കൂടുതൽ ഹൃദ്യമായ രീതിയിൽ സ്നേഹിക്കാനും ഈശോയെ പങ്കുവയ്ക്കുവാനുമൊക്കെ ഈ കുടുംബത്തിന് എങ്ങനെ കഴിയുന്നു, ഇതൊക്കെയാണ് നാം കേട്ടത്. മക്കളുടെ സാക്ഷ്യമൊക്കെ പറഞ്ഞു. കൂടെ നിൽക്കുന്ന മകൻ, ആ മകന് US വിസ അത് ലഭിക്കുന്നതിൻ്റെ തടസ്സങ്ങളൊക്കെ എന്തായിരുന്നു, എത്രയോ പേരവിടെ ഉണ്ടായിരുന്നു, അവർക്കൊന്നും ലഭിക്കാത്തത് എന്തുകൊണ്ട് ഈ മകന് ലഭിച്ചു. ആ മകൻ തന്നെ പറയുന്നുണ്ട്, എന്നേക്കാൾ മെറിറ്റുള്ളവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബോംബെയിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാൻ ഈ കുടുംബം തങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.